നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓ, എന്നാലും ഇത് വല്ലാത്തൊരു മാറ്റമായിപ്പോയി. എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നല്ലതിനു വേണ്ടിയാണ് ഈ മാറ്റമെങ്കിൽ കൂടെ നിൽക്കാന്ന് ഞാൻ ആമിയോളോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്കിപ്പോഴും എന്തോ ഒരു വിശ്വാസക്കുറവുണ്ട്. വിശ്വാസക്കുറവല്ല ഏട്ടത്തി, എനിക്ക് പേടിയാ തോന്നുന്നു. നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആമി ചേച്ചിയുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാൻ ചില സൂചനകൾ പൂജയ്ക്ക് കൊടുത്തിരുന്നു. എന്താ മോനെ? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആമി ചേച്ചിയുടെ പെരുമാറ്റത്തിൽ അസാധാരണമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഡെലിവറിയുടെ അന്ന് ദത്തേട്ടൻ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് ആദ്യമായിട്ട് അറിയുന്നത്. ഈ കുട്ടിയെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ആമി ചേച്ചി ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യായിരുന്നു. മോനെ, അല്ലെങ്കിൽ ചേച്ചി ഒരിക്കലും മടങ്ങി വരാത്ത വിധത്തിൽ ഒരു മനോരോഗിയായി മാറുമായിരുന്നു. ചേച്ചിയുടെ വികൃതികൾക്കൊക്കെ ഒപ്പം നിന്നു കൊടുത്ത് കുറച്ച് കാലങ്ങളായിട്ട് ദത്തേട്ടൻ കാണിച്ചു കൂട്ടിയ നാടകങ്ങളൊക്കെ മനഃപൂർവ്വമായിരുന്നു. വലിയൊരു ദുരന്തത്തിൽ നിന്നും ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഇനിയൊരു പക്ഷേ ആ രോഗത്തിന്റെ ഭാഗമാവും ഇപ്പൊ ഈ ഉണ്ടായ മാറ്റങ്ങൾ. സംശയിക്കാൻ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് മാറാൻ കഴിയുമോ? കണ്ടില്ലേ പൂജമോളോടൊക്കെയുള്ള സ്നേഹം. എത്ര ആവേശത്തോടെയാ കൂടെ നിന്നാ ഫാത്തിമയെ ഓടിച്ചത്. പണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആരുമില്ലാത്ത നേരം നോക്കി മോളെ അവർക്ക് പിടിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുക. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ചേച്ചിയുടെ മാറ്റങ്ങളൊന്നും ഗോമതി ചേച്ചി അറിഞ്ഞിട്ടില്ല. അവരാകെ വട്ടടിച്ച് നടക്കുക.